ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുഞ്ഞുവാവകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ബേബി ഫുഡിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ആപ്പിളും കോണും ഉപയോഗിച്ചാണ് ഈ കുറുക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്വീറ്റ് കോണും ആപ്പിളും ഉപയോഗിച്ച് കുറുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു കോണും ഇതുപോലെ ഒരു ആപ്പിളും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം നമുക്ക് വേണ്ട, ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. കോൺ ഇതുപോലെ ഞാനിവിടെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ആപ്പിളും കൂടെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഞാനിതുപോലെ കോണ് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ആപ്പിളൊന്ന് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചാണ് ആവി കയറ്റി എടുക്കുന്നത്. ആപ്പിൾ വെക്കുമ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ആപ്പിൾ വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ ജ്യൂസ് ഇറങ്ങി വരും. ആ സമയം അതൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. അപ്പം നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ആപ്പിളും കോണും ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആപ്പിളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ കോണ് നമുക്കൊന്ന് അടർത്തിയെടുക്കണം. കോൺ എടുക്കുമ്പോൾ അധികം മൂത്ത് പോകാത്ത കോൺ എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഈ കോണ് ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. നമ്മൾ വലിയ ആളുകൾ മാത്രം കഴിച്ചാൽ പോരല്ലോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കും അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും അത് കഴിക്കാനായിട്ട് സാധിക്കും. കോൺ ഇവിടെ കത്തി ഉപയോഗിച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം അതിനായിട്ട് കളയേണ്ടി വരും. ഇനി ഈ കോണും ആപ്പിളും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നത്. ആപ്പിൾ നമ്മൾ വേവിച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കാനായിട്ട് വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ പശുവും പാൽ ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ഇല്ലെന്നെങ്കിൽ മാത്രം വെള്ളം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറുക്കാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പാൽപ്പാട ഉപയോഗിച്ച് വീട്ടിൽ നെയ്യ് തയ്യാറാക്കുന്ന രീതി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. ഇനി നമ്മൾ അരച്ചെടുത്ത കോണും ആപ്പിളും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ലൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവും പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഒന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു വാവകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ കോൺ ആപ്പിൾ കൊണ്ടുള്ള ബേബി കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിലൊന്നും പോയി ബേബി ഫുഡിൻ്റെ പൊടികളൊന്നും വാങ്ങി കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാം. 8 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. കൊടുക്കുമ്പോൾ ആപ്പിൾ, കോണ് അല്ലെങ്കിൽ പാല്, പശുവും പാല് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതൊക്കെ സെപ്പറേറ്റ് ഒന്ന് കൊടുത്തു നോക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതുപോലെ ഒരുമിച്ചാക്കി കുറുക്കുണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.